കടലിൽ വീണ മത്സ്യത്തൊഴിലാളിക്ക് രക്ഷകരായി കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥർ. മീൻപിടുത്തം കഴിഞ്ഞു മടങ്ങുന്നതിനിടെയാണ് തമിഴ്നാട് സ്വദേശി രഞ്ജു മോനി കടലിൽ വീണത്. കൂടെയുള്ളവർ പോലും അറിയാതെ പോയ ആ നിമിഷം മുതൽ തുടങ്ങിയത് ജീവിതത്തിനായുള്ള പോരാട്ടമായിരുന്നു. കൊച്ചി തീരത്ത് നിന്നും 27 കിലോമീറ്റർ അകലെ ആകാശത്ത് ഡോണിയർ വിമാനവും കടലിൽ കോസ്റ്റ് ഗാർഡ് കപ്പലും നടത്തിയ അരിച്ചുപെറുക്കിയുള്ള തിരച്ചിൽ ഒടുവിൽ ഫലം കണ്ടു. 36 മണിക്കൂർ കടൽ ചുഴിയിൽ അതിജീവിച്ച ആ മത്സ്യത്തൊഴിലാളിയെ അവർ കരയ്ക്കെത്തിച്ചു. കേരള തീരത്ത് ബോട്ടിൽ നിന്ന് കടലിൽ വീണ് 36 മണിക്കൂറോളം ഒഴുകി നടന്ന മത്സ്യത്തൊഴിലാളിയെ തീരസംരക്ഷണ സേന രക്ഷപ്പെടുത്തി. തമിഴ്നാട്ടിൽ നിന്നുള്ള സിയോൺ എന്ന മത്സ്യബന്ധന ബോട്ടിലെ ജീവനക്കാരനായ അസം സ്വദേശി രഞ്ജു മോനിയാണ് കോസ്റ്റ് ഗാർഡിന്റെ സഹായത്തോടെ അത്ഭുതകരമായി ജീവൻ തിരിച്ചുപിടിച്ചത്. തിങ്കളാഴ്ച രാത്രി മീൻപിടുത്തം കഴിഞ്ഞു മടങ്ങുന്നതിനിടെയാണ് രഞ്ജു മോനിയെ ബോട്ടിൽ നിന്ന് കാണാതായത്. തിരയിളക്കത്തിൽ ബോട്ടിൽ നിന്ന് കടലിലേക്ക് തെറിച്ചു വീണതാണെന്നാണ് വിവരം. രഞ്ജു ബോട്ടിലില്ലെന്ന് വ്യക്തമായതോടെ മത്സ്യത്തൊഴിലാളികൾ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതോടെ മുംബൈയിലെ മാരിടൈം റെസ്ക്യൂ കോർഡിനേഷൻ സെന്ററിലും കൊച്ചിയിലെ മാരിടൈം റെസ്ക്യൂ സബ് സെന്ററിലും വിവരം അറിയിച്ചു. ഇവിടെ നിന്ന് അപായ സന്ദേശം ലഭിച്ച കോസ്റ്റ് ഗാർഡ് ഉടൻ മേഖലയിൽ തിരച്ചിലിനിറങ്ങുകയായിരുന്നു. പ്രദേശത്ത് പെട്രോളിംഗ് നടത്തിയിരുന്ന അതിവേഗ പെട്രോളിംഗ് യാനമായ ICGS അർണവേഷിനെയാണ് തീരസംരക്ഷണ സേന തിരച്ചിലിനായി നിയോഗിച്ചത്. കോസ്റ്റ് ഗാർഡിന്റെ ഡോണിയർ വിമാനവും ആകാശ നിരീക്ഷണത്തിനെത്തി. കൊച്ചിയിൽ നിന്ന് ഏകദേശം 27 കിലോമീറ്റർ അകലെ ഓളപ്പരപ്പിൽ ഒഴുകി നടക്കുകയായിരുന്ന രഞ്ജു മോനിയെ കഴിഞ്ഞ ദിവസം രാവിലെ കണ്ടെത്തി. 36 മണിക്കൂറോളം ഭക്ഷണവും വെള്ളവുമില്ലാതെ കടലിൽ കിടന്നതിനാൽ കടുത്ത നിർജ്ജലീകരണവും ശരീരതാപം കുറയുന്ന അവസ്ഥയും നേരിട്ട രഞ്ജുവിനെ കപ്പലിലെ മെഡിക്കൽ റൂമിലെത്തിച്ച് പ്രഥമ ശുശ്രൂഷ നൽകി. തുടർന്ന് കൊച്ചിയിലെത്തിച്ച് തീരദേശ പോലീസിന് കൈമാറി. കോസ്റ്റൽ പോലീസ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് വ്യക്തമായതോടെ വിട്ടയച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പെരുന്നാൾ പ്രമാണിച്ച് നല്ല വമ്പൻ കളക്ഷൻസ് ആണ് സോൾട്ട് വന്നിട്ടുള്ളത്. 100 രൂപയ്ക്ക് കുട്ടികളുടെ പാൻസ്, 999 രൂപയ്ക്ക് 3 ജീൻസുകൾ. ഇനി പെരുന്നാൾ കളറാവും. കൊച്ചി ചുള്ളിക്കലിലെ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റിലെ ദ സോൾട്ട് ഫാഷൻ.